ഒരു വീഡിയോയില് ഈ വീടിന്റെ ഒരു പരസ്യം കാണാനിടയായി. അത് കണ്ട് നമ്മൾ ഇഷ്ടമായപ്പോ ഇവിടെ വന്ന് നോക്കി. നാടൻ ശൈലി ഉണ്ടെങ്കിലും നമ്മളുടെ അമേരിക്കൻ മോഡലിലുള്ള കുറെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ ഞങ്ങൾ ഗിരീഷിനെ പരിചയപ്പെട്ടു. ഹെവൻ ഇന്റീരിയർ പുള്ളിക്കാരനെ ഞങ്ങളെ ഏൽപ്പിച്ചു. അതിന് ഓരോന്ന് ആയിട്ട് നോക്കി നമ്മൾ ഇതില് ബാത്റൂം ഫുൾ റീവർക്ക് ചെയ്തു, അടുക്കള ഫുൾ റീവർക്ക് ചെയ്തു, പ്ലംബിങ്, ഇലക്ട്രിക്, അതേമാതിരി തേക്കിന്റെ തടികള് നിലമ്പൂരിന്ന് റെഡിമെയ്ഡ് മേടിച്ചിട്ടില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ അതുമാതിരി ആൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതില് നമ്മൾ പറയാണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കബോർഡുകൾ തുറക്കുമ്പോഴുള്ള ആ ലൈറ്റിംഗ്, ആംബിയൻസ്, താഴെ വരുന്ന ലൈറ്റിംഗ്, അതേമാതിരി രാത്രി നേരത്താണ് നിങ്ങളിത് കാണുന്ന വെച്ചാൽ ഇതിന്റെ ഓടിന്റെ സൈഡിലും ബാക്കിയുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനായിട്ട് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് വരുമ്പോ അതിനൊരു ഇത് കൂടുതലാണ്. അതായത് നാടൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓടുണ്ട്, നടുമുറ്റുണ്ട്, ഒരുപാട് മരത്തിന്റെ ഇതുണ്ട്. പക്ഷെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കംപ്ലീറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് ആയിട്ടുള്ള ബാത്റൂം. എനിക്ക് അടുക്കള, എനിക്ക് ആ അകത്തളത്തിന്റെ അവിടെ, നടുമുറ്റം എന്ന് പറയാൻ പറ്റില്ല, ചെറുതാണ്. അകത്തളത്തിന്റെ അവിടെ നല്ല തേക്കിന്റെ വീതിയുള്ള ഒരു 2 അടി 3 അടി ഉണ്ടാവും അല്ലേ, 3 അടി വീതിയില് ആ തേക്കിന്റെ ഇത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സുഖമായിട്ട് കിടന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും. അതില് ഗിരീഷ് ആ നടുമുറ്റത്തിൽ ശരിക്കും മോളിന്ന് വെള്ളം വരും, ഓപ്പൺ ആയിരുന്നു. അപ്പൊ ഈ വുഡ് ഇട്ട് കഴിഞ്ഞപ്പോ ഗിരീഷാണ് പറഞ്ഞത് വുഡ് കേടാവും മഴക്കാലം വരുന്ന സമയത്ത്. അപ്പൊ മൂപ്പര് അത് മാറ്റിയിട്ട് അതിലേക്കൊരു ആർട്ടിഫിഷ്യൽ റെയിൻ മാതിരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ ചെയ്യാം, കൺട്രോൾഡ് ആയിട്ട്. പിന്നെ മണ്ഡപത്തിന്റെ കാര്യം നമ്മൾ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ, അത് സൂപ്പറായി വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി 10 out of 10. 5 സ്റ്റാർ ആണെങ്കിൽ 5 സ്റ്റാർ, എന്താണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ്, അതാണ്.